ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിവിടെ അടിപൊളി സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു കേട്ടോ. ഇന്ന് ഒരു 3 ദിവസത്തെ വ്ളോഗൊക്കെ ക്ലിപ്പിങ്സൊക്കെ ഒരുമിച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അതായത് ഇന്നത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബിസിനസ്സൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു റോ ആയിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. എന്നെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ചെറിയ രീതിയിൽ ഇൻകമൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. ജോലി നിർത്തിയ സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ജോലിക്ക് പോകുന്നതല്ലേ നല്ലത്, ഇത്രയും പഠിച്ചിട്ട്, അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഈ ജോലി എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഈ ജോലി ഒന്ന് നിർത്തിയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മൾട്ടിപ്പിൾ ഇൻകവും എൻ്റേതായ കുറച്ച് ഡ്രീമുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് ഓണർ ആവുക, ഒരു ബിസിനസ് ചെയ്യുക, ചെറിയൊരു എൻ്റർപ്രണർ ആവുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു. അതിലേക്കൊക്കെ ഒരു ചെറിയൊരു തുടക്കമെങ്കിലും ചെയ്യാൻ പറ്റിയത് ഈ ജോലി നിന്നൊക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ. മെയിനായിട്ടും ഈ ജോലി വിട്ടതിൻ്റെ മെയിൻ കാരണം എനിക്ക് കുട്ടികളെയും ഫാമിലിയും ഒക്കെ കൂടി ഒന്നിച്ച് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതായത് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻ്റെ ഹെൽത്ത് വീക്ക് ആവുക അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഞാൻ ജോലി നിർത്തിയത്, കുട്ടികളൊന്നും നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു ഓപ്പൺ ഒരു ടോക്കാണ് എൻ്റെ മനസ്സിൽ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, ചെറിയൊരു സൈഡ് ഇൻകം ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിന്യൂ വായിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയാസ് കിട്ടും. ഇപ്പോൾ പല വഴിയിൽ കൂടെയാണ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ലാസ്റ്റ്, അതായത് ഡിസംബർ അവസാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഓൺലൈൻ ബിസിനസ്സിലേക്കും കൂടുതൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അതിനു മുമ്പേ ചെറിയ രീതിയിൽ പതുക്കെ പതുക്കെ തുടങ്ങി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എങ്ങും എവിടെയും എത്തിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ കാര്യമായിട്ട് ഇതിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ എന്ന് മനസ്സിലായതുകൊണ്ട് ഇപ്പം ഒരു ലാസ്റ്റ് വീക്കായിട്ട് നല്ല തിരക്കാണ്, ഒരുപാട് തിരക്കാണ്. ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും സമയമില്ലാതെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് കൂടെ എനിക്കിപ്പം എൻ്റെ കുട്ടികളെയും കൂടെ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്നാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അവരെ എനിക്കിപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിചയക്കാരും ഇല്ല. പിന്നെ ഇവിടുത്തെ സ്കൂളിങ് ടൈം അങ്ങനെയാണ്, കുട്ടികൾ നേരത്തെ വരും. ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വഴിക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് കൊണ്ടാക്കായിരുന്നു. ഇപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ ഒക്കെ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും, കസിൻ സിസ്റ്റേഴ്സ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പം ഞാൻ എടുത്തൊരു തീരുമാനമാണ് അവരെയും കൂടി എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാന്നുള്ളത്. അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ എനിക്ക് അവരെയും സേഫായിട്ട്, അവരെയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ കാര്യങ്ങൾ അവരെയും കൂടെ കൂട്ടിയാൽ മാത്രമേ നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇവരുടെ കാര്യത്തിൽ. എന്ത് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പം അത്യാവശ്യം അവർ എൻ്റെ കൂടെ പറഞ്ഞാലൊക്കെ കേൾക്കാനും എൻ്റെ കൂടെ വരാനും ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ എന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം അവരെയും കൂടെ കൂട്ടി, എൻ്റെ ഒപ്പം പാവം അവരും കൂടെ എൻ്റെ ഒപ്പം അലയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നല്ല ഡീലേഴ്സിനെ കണ്ടുപിടിക്കാനും സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് ഞാൻ അവരെയും കൂടെ കൂട്ടി പോവുകയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വീക്സായിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പരിചയക്കുറവുണ്ട്, എങ്ങനെ ഏത് ചെയ്യണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ കുറേ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അങ്ങനെ വിട്ടു. ഒരു തുടക്കമായതുകൊണ്ട് ഇതിങ്ങനെ ആയിരിക്കും, നമുക്ക് അത്ര ഭയങ്കര കൃത്യമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ബിസിനസ്സിലെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് അതൊക്കെ ഞാൻ ആ പാർട്ടിൽ അങ്ങനെ വിട്ടു. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഞാനിപ്പം മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ആ രീതിക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം. വേറെ ആരും നമുക്ക് വേണ്ടിയിട്ട് സഹായിക്കാനോ നമുക്കൊരു വഴി കണ്ടെത്തി തരാനോ നിൽക്കില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനും എൻ്റെ കുട്ടികളും. അവരും എൻ്റെ ഈ ഒരു ജേർണിയിൽ പാർട്ടാണ്. അപ്പോൾ അവരെയും കൊണ്ടാണ് ഞാൻ സാധനം എടുക്കാൻ പോകുന്നത്, എടുത്തുകൊണ്ട് വരുന്നത്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പം കുറച്ച് ഒരു 1-2 ആഴ്ചയായിട്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാണ്. കുക്കിംഗ് നന്നായിട്ട് പോകുന്നില്ല. വീടൊക്കെ ഭയങ്കര ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ഈ സാറ്റർഡേ സൺഡേ ഒക്കെ വേണം എനിക്കതൊന്ന് ശരിയാക്കാനായിട്ട്. പിന്നെ അടുത്ത വർഷം എന്തായാലും എല്ലാത്തിനും അടുത്ത വർഷം കൊണ്ട് ഒരു കറക്റ്റായിട്ടുള്ള ഒരു പാത്തിൽ ഞാൻ വരും എന്ന് വിചാരിക്കുന്നു. പിന്നെ ചെറിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ആരും ഹെൽപ്പ് ചെയ്യുമെന്നൊന്നും വിചാരിച്ചിരിക്കുക. നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ശരിയായിക്കോട്ടെ, തെറ്റായിക്കോട്ടെ, ബുദ്ധിമുട്ടുണ്ടായിക്കോട്ടെ, നിങ്ങൾ അതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതൊരു കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. പിൻവാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ നിന്നൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നല്ല ബോഡി പെയിന് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ഒരു കടമ്പ എനിക്ക് കടക്കണം. എല്ലാം ഒന്നൊരു കറക്റ്റ് ആവണം. പക്ഷേ ജോലിക്ക് പോകുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരു ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ആലോചിച്ച് ചിന്തിച്ച് അതിനുള്ള സമയം കിട്ടുന്നുണ്ട്. മൾട്ടിപ്പിൾ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. മറ്റേതെന്ന് പറയുമ്പോൾ രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ കുട്ടികളെ ഡേ കെയറിൽ കൊണ്ടാക്കാനുള്ള ഫുഡടക്കം, അവർ തിരിച്ചു വരുന്ന ഫുഡടക്കം എല്ലാവരുടെയും ടിഫിൻ പാക്ക് ചെയ്യുക, ക്ലീനിങ്, അങ്ങനെ ഒരുപാട് പണി. തിരിച്ചു വന്നു കഴിഞ്ഞാലും രാത്രി 12-1 മണി വരെ വീട്ടുജോലികൾ ചെയ്യുക. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ ഹാപ്പിയാണ്. ചെറിയ ചെറിയ ഇൻകങ്ങളായാലും അത്യാവശ്യം എനിക്ക് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്, എന്തൊക്കെ സൈഡ് ഇൻകം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നെപ്പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു സൈഡ് ഇൻകം ഒക്കെ ഉണ്ടാക്കണമെന്നും അതെങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുള്ളാകും, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത്, ഇന്നത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ എല്ലാ മാസവും ഗ്രോസറി പർച്ചേസ് ചെയ്യുകയും അതുകൂടാതെ പിന്നെ ആഴ്ചയ്ക്ക് വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് 2 വീക്സായിട്ട് ഇതൊന്നും ചെയ്തില്ല. മന്ത് എൻഡും കൂടെ ആയതുകൊണ്ട് ഒരുപാട് സാധനങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കടയിൽ പോയിട്ട് കുറച്ച് സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേഗം തന്നെ കറിയും ചോറും ഒക്കെ ആക്കുകയാണ് ചെയ്തത്. ഇനി നാളെയാണ് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കണം. കാരണം കുട്ടികളെ സ്കൂളിൽ വിടുന്നത് കൊണ്ട് എന്തായാലും സ്കൂളിൽ വിടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വേണം. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ ഇല്ലെങ്കിൽ നല്ലോണം ബുദ്ധിമുട്ടും. ഈസി ആയിട്ടുള്ള എന്തെങ്കിലും, ഇപ്പം ഞാൻ പല കാര്യങ്ങളും ഇത്തിരി കാശ് പോയാലും കുഴപ്പമില്ല, എളുപ്പം കുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ആ രാവിലത്തെ സമയത്തേക്ക് ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജോലിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം നമ്മൾ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാം കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്താലും കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ കുറച്ച് നമ്മളുടെ ബിസിനസ്സോ കാര്യങ്ങളിലേക്കൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതിൽ കൂടുതൽ സമയം ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ടും ബാക്കി വീട്ടുജോലികൾ അങ്ങനത്തെ പണികളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ സ്ലോ ആയിട്ടും അത്യാവശ്യമുള്ള കാര്യങ്ങളായിട്ടും എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തു വരുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ എനിക്കതൊരു മാനേജബിളായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ഡേയ്സായിട്ട്. അത് 1-1.5 ആഴ്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും തിരിയുന്നുണ്ടായിരുന്നില്ല. വീടൊക്കെ ഇങ്ങനെ അലങ്കോലമായിട്ട്, തുണികളൊക്കെ ഒരുപാട് വാഷ് ചെയ്യാനുണ്ട്. ഇന്നിപ്പോൾ തുണിയൊക്കെ എനിക്ക് വാഷ് ചെയ്യണം. തുണി വാഷ് ചെയ്യാനുണ്ട്, പിന്നെ ക്ലീനിങ് ഉണ്ട്, ഫ്ലോർ ക്ലീനിങ് ഉണ്ട്, ബാത്റൂം ക്ലീനിങ് ഉണ്ട്. അങ്ങനത്തെ കുറേ ജോലികൾ കിടപ്പുണ്ട് കേട്ടോ. വെസൽസ് തന്നെ അപ്പം ഞാൻ കഴുകി എടുത്തോണ്ടായിരുന്നു. ഈ ലാസ്റ്റ് 2 വീക്സ് അങ്ങനെയായിരുന്നു. അപ്പം കഴുകി എടുത്തോണ്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്.
ഇനി നമുക്ക് തുണി അലക്കാം. ഇവിടെ തുണി അലക്കുന്നത് ഇപ്പം ഞാൻ ഡെയിലി അലക്കുകയാണ്. ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെയിലധികം നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിലോ അകത്തോ അങ്ങനെയൊന്നും അധികം കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് വിരിച്ചിടാനുള്ള സൗകര്യമില്ല. എല്ലാം ടെറസിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അന്നന്ന് ഞാൻ എങ്ങനെയെങ്കിലും അലക്കിയേനെ. ഡിറ്റർജൻറ്റും എല്ലാം നമ്മുടെ തീർന്നിട്ടുണ്ട് കേട്ടോ. ലിക്വിഡൊക്കെ തീർന്നു. ഇനിയിപ്പം മന്ത് എൻഡ് ആയതുകൊണ്ടാണ് എല്ലാം തീർന്നു പോയത്. വീണ്ടും ഇനിയിപ്പോൾ ഗ്രോസറിയുടെ ലിസ്റ്റൊക്കെ എടുക്കാനുണ്ട്. അതൊക്കെ എടുത്ത് നാളെ നമുക്ക് പുറത്ത് പോയിട്ട് വാങ്ങിക്കണം. അതേപോലെ തന്നെ എല്ലാ ഐറ്റംസും ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് പോകാൻ സമയം കിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ചധികം എല്ലാ സാധനങ്ങളും ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചു വയ്ക്കണം. ഞാൻ സെറ്റർ ഇട്ടിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പായതുകൊണ്ടാണ് അകത്തൊരു ബനിയൻ പുറത്തൊരു സെറ്റർ അങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുകൂടാതെ എന്താ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് നല്ല തണുപ്പായിരിക്കും നാളെ പ്രത്യേകിച്ച്. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ എടുത്താണ് കേട്ടോ. നെക്സ്റ്റ് ഡേ എനിക്കൊരു വലിയൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പർച്ചേസിംഗ് ഒന്നും ആയിരുന്നില്ല. നല്ല ഡീലറെ ഞാൻ പറഞ്ഞല്ലോ, നല്ല ഡീലറൊന്നും അപ്പോൾ കണ്ടുപിടിച്ചു. നമ്മൾ എന്താ പറയുന്നത്, ഇന്നത്തെ കുറേ സ്റ്റോക്കുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത് ഇന്നത്തെ സ്റ്റോക്കുകളൊക്കെ എന്തൊക്കെ വന്നു അതിൻ്റെയൊക്കെ എണ്ണ എടുക്കുക, അതിൻ്റെയൊക്കെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഭയങ്കര കുറച്ചൊരു ആദ്യം തുടക്കമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്റ്റോക്ക് ഒരു ബിസിനസ് ആകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റോക്കുകൾ പുതിയത്, പ്രത്യേകിച്ച് എൻ്റെ ഫാൻസി ടൈപ്പും ജ്വല്ലറി ടൈപ്പൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഓരോ സമയത്തും ട്രെൻഡൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ, പ്രത്യേകിച്ച് ഈ ക്യാഷിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് പ്രോഡക്റ്റ് വരുമ്പോൾ തന്നെ ഞാൻ അപ്പം തന്നെ ഓരോ പെട്ടിയും പൊട്ടിച്ച് അതിലുള്ള പ്രോഡക്റ്റുകളുടെ എണ്ണം നോക്കി എല്ലാത്തിൻ്റെയും നോട്ട് അത് കാര്യങ്ങളൊക്കെ എഴുതുകയാണ്. പിന്നെ അതുകൂടാതെ ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെയാണ്, അതായത് നമ്മൾ മൗത്ത് പബ്ലിസിറ്റി വഴി എനിക്ക് കിട്ടിയ കുറച്ച് ഇതൊക്കെയാണ്, പ്രോഡക്റ്റുകളുടെ ഡെലിവറിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൊടുക്കാനുള്ളവരുടെയൊക്കെ എഴുതുക, അങ്ങനെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മെയിൻ എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് അതാണ്. രാവിലെ തന്നെ എല്ലാ ജോലികളൊക്കെ തീർത്തിട്ട്, ജോലികളെന്ന് വെച്ചാൽ കുക്കിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അതൊക്കെ തീർത്തിട്ട് ഞാനിതപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ കാണാം. ഇതെല്ലാം ഒന്ന് ചെയ്യട്ടെ. ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു മണിക്കൂർ എനിക്കിത് തന്നെയായിരിക്കും പണി. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അത്യാവശ്യമായിട്ട് എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നു. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. അപ്പോൾ അതിനു മുന്നേ ഞാൻ രാവിലെ അലക്കാൻ മെഷീനിലിട്ട തുണിയുണ്ട്. ഈ തുണി നമുക്ക് മുകളിൽ കൊണ്ടുപോയി വിരിച്ച് അതിന് ശേഷം നമുക്ക് പോവാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അവിടെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെ പെട്ടെന്ന് ഈ തിരക്കിനിടയിൽ ഒരു ആവേശം കയറിയപ്പോൾ അതെടുത്ത് ചാടി ചെയ്യുകയും ചെയ്തു. പനി അതിൻ്റെ പുറകെ ഞാൻ ഇനിയിപ്പം ഓടണം. 2 ദിവസമായി അതിന് വേണ്ടി വിളിക്കുന്നത്, ഞാനത് പോയില്ല. അപ്പോൾ അത് അതിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. ഇന്ന് പോയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പോയി കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ബാക്കി വ്ളോഗ് എടുക്കാൻ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് കേട്ടോ. വീണ്ടും അടുത്ത ഇതിൽ കാണാം.